തമിഴ്നാട് സ്വദേശി രാമകൃഷ്ണനാണ് എൻ്റെ അടുത്തുള്ളത്. ഇന്ന് രാവിലെ ഏരൂർ ഭാഗത്ത് നടന്ന് ലോട്ടറി വ്യാപാരം നടത്തവെയാണ് ഒരാൾ സ്കൂട്ടിയിലെത്തി 5000 രൂപയുടെ പ്രൈസുണ്ട് അതിൻ്റെ തുക ആവശ്യപ്പെട്ട് അടുത്ത് വന്നത്. രാമകൃഷ്ണൻ ആ നമ്പർ ആ പ്രൈസ് ലിസ്റ്റ് നോക്കിയപ്പോൾ ഈ നമ്പറിൽ 5000 രൂപ പ്രൈസ് അടിച്ചതായി മനസ്സിലാവുകയും അതിനെ തുടർന്ന് പകുതി തുകയ്ക്ക് ടിക്കറ്റും പകുതി അല്ല എത്ര രൂപ 1200 ടിക്കറ്റും ബാക്കി 3700 100 രൂപ കുറച്ചാണ് കൊടുത്തത്. 3700 രൂപ ക്യാഷായിട്ടും കൊടുത്ത് തട്ടിപ്പിനിരയായ ഒരു വാർത്തയാണ് ന്യൂസ് കേരളത്തിൽ പ്രേക്ഷകരിൽ ഇപ്പോൾ എത്തിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പ് ഇപ്പം ഇവിടെ തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഒരു മാത്ര സ്വദേശിനി സുജാതയെ ആയൂർ വെച്ച് ഇത്തരത്തിലൊരു തട്ടിപ്പിന് ഇരയായിരുന്നു. പിന്നീട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അന്യസംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് വിളിച്ചുകൊണ്ട് പോയി ജോലി സ്ഥലത്ത് നിന്ന് അവരുടെ മൊബൈൽ ഫോണും പണവും അപഹരിച്ച ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇത്തരത്തിൽ ഓരോ ദിവസവും ഓരോ രീതിയിൽ തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഇത്തരക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പോലീസ് അധികാരികൾ ഇവർക്കെതിരെ കർശനമായി നടപടിയെടുക്കേണ്ടതുണ്ട്. CCTV കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ നമ്പരൊക്കെ ഉള്ള സ്കൂട്ടിയല്ലേ വന്നേ, സ്കൂട്ടിയുടെ നമ്പർ CCTVയിലൊക്കെ നോക്കിയെടുത്താൽ ഇവരൊക്കെ ഇത്തരക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. എന്തായാലും നമുക്ക് രാമകൃഷ്ണന്റെ വാക്കുകളിലേക്ക് പോകാം. എത്ര വർഷമായി ഇത്തരത്തിൽ കച്ചവടം ചെയ്യുന്നു? എങ്ങനെയാണ് രാമകൃഷ്ണ ഇത്? 2018 വന്നത്. ഇവിടെ നാട്ടിൽ ഈ അഞ്ചലിൽ വന്നത്? അഞ്ചൽ വന്നല്ല, കോഴത്തുപുഴയിൽ വന്നിട്ട് അവിടെ നിന്ന് തുടങ്ങിയ ലോട്ടറി ടിക്കറ്റ് വന്ന നാൾ മുതൽ പിന്നെ ആലഞ്ചേരി, കന്നങ്കോട്, പുത്തൈ ആ വഴിക്ക് കൂടെ. ഈ കാര്യം എങ്ങനെയാണ് നിങ്ങളെ സമീപിച്ചത്? അയാൾ വന്നിട്ട് ഈ സ്കൂട്ടി വന്ന ആൾ ഇന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അയാളുടെ ഇത് കൂടാതെ ഇനി 10 ടിക്കറ്റ് ഉണ്ട്. അതെങ്ങനെ ഇന്ന് നടന്ന കാര്യം ഒന്ന് പറ. ഇന്ന് നടന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ 5000 രൂപ അടിച്ച ടിക്കറ്റ് ഉണ്ട്. ഞാൻ പിന്നെ ബാക്കി പൈസ ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാക്കി ടിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് കടയിൽ ചെന്നിട്ട് മാറിത്തരാം എന്നും പറഞ്ഞു. അപ്പൊ അന്നേരം പറഞ്ഞ് ഞാൻ ബാക്കി എനിക്ക് വീട്ടിലേക്ക് പോയിട്ട് വരണം, ഞാൻ പിന്നെ മാറിക്കോളാം, നിങ്ങൾ ഈ ഒരു ടിക്കറ്റ് കൊണ്ടുപോ എന്ന് പറഞ്ഞാണ് തന്നത്. അപ്പോൾ 30 ടിക്കറ്റും മേടിച്ച് അപ്പോൾ ഇതുകൊണ്ട് മാറിയാൽ സർവീസ് കാശ് എത്ര രൂപ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു 100 രൂപ വരെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 100 രൂപയും ഈ പിന്നെ 30 ടിക്കറ്റിന്റെ മുന്നാങ് 12, അപ്പോൾ 1300 രൂപ വിട്ട് 3700 രൂപയാണ് എന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയത്. ഇന്ന് ആകെ എന്നൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ല, വൈകിട്ടത്തെ ആഹാരത്തിന് പോലും പൈസ ഇല്ല. അല്ല, ഇത്തരത്തിൽ നിരന്തരം തട്ടിപ്പ് നടക്കുന്നതായിട്ട് അറിയാലോ. എന്തിനും ഇങ്ങനെ വരുന്നവർക്ക് നിങ്ങൾ ക്യാഷ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത് പൈസക്കായില്ലേ, അല്ല എന്തിനു ക്യാഷ് കൊടുക്കുന്നു? നമ്മുടെ ഒരു ചോദ്യം അതാണ്. ഒരു വിശ്വാസമാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ വരുന്നു, ഈ നമ്പർ ഇത് കാണാം, നമുക്ക് ഇത് വേണ്ട ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പ്രൈസ് കടയിൽ വെച്ച് ഇത് കാണാം, ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുക. അതും ഈ ഡേറ്റും ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാം ഒറിജിനലാണ്. ഈ പ്രൈസ് അടിച്ച നമ്പറാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് നിരന്തരം തട്ടിപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇനി ആരെങ്കിലും വന്ന് പ്രൈസ് അടിച്ചെന്ന് വന്നാൽ ഇനി കൊടുക്കില്ല. ഇനിയിപ്പം നിങ്ങളുടെ 5000 രൂപ പോയില്ലേ? പോയി. ഇപ്പൊ അവന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കണ്ണും കാഴ്ചയില്ലാത്തവനെ കൊണ്ട് ഇവിടെ പറ്റിക്കുന്ന ആളിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ DC ഒക്കെ ഈ TC ഇന്നത്തെ നമ്പറാണത്. ഇന്നത്തെ നമ്പർ അത് വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ പിടിച്ചുവിട്ടേ. എന്തായാലും ഇങ്ങനെ തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവര് ഒരു കാരണവശാലും ഗുണം പിടിക്കത്തില്ല. പിടിക്കുമോ? ഗുണം പിടിക്കുക, പോകുന്ന വഴിക്ക് വണ്ടി ഇടിക്കും. അത് വേണമെങ്കിൽ ഞാൻ പറയാം, ഏത് ദൈവത്തിന്റെ മുമ്പിൽ വേണമെങ്കിൽ ഞാൻ പറയും. അത് നിങ്ങള് കാര്യം എന്ന് പറഞ്ഞാൽ ദൈവമെന്ന് പറഞ്ഞാൽ കഞ്ഞിക്ക് വേറെ പിള്ളേരുടെ ചെന്ന് നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ അവരെ ശല്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ രംഗത്തിലോട്ട് ഇറങ്ങിയത്. ഇയാളെ കണ്ടാൽ തിരിച്ചറിയാമോ? ഇല്ല, അറിയില്ല. ഹെൽമെറ്റ് ഊരിയായിരുന്നെങ്കിൽ നമുക്കറിയാം. ഹെൽമെറ്റ് വെച്ച് സ്കൂട്ടിയിലാണ് വന്നത്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ നമുക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ ഈ ലോട്ടറി വ്യാപാരം ചെയ്യുന്ന സഹോദരങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തില് നമ്പർ അടിച്ചെന്ന് പറഞ്ഞ് ലോട്ടറിയായിട്ട് വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ ക്യാഷ് കൊടുക്കാൻ തയ്യാറാവരുത്. ഏതെങ്കിലും സമയത്ത് ലോട്ടറി ഏജന്റിന്റെ ഓഫീസുകളിലെത്തി മാറാൻ വേണം നിങ്ങൾ നിൽക്കാൻ. ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇനി ഇരയാവാതെ നിങ്ങൾ ഓരോരുത്തരും സൂക്ഷിക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും പോലീസിൽ പരാതി കൊടുക്കും കേട്ടോ. ഏരൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഏരൂർ സ്കൂൾ ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. ഇത് ഇത്തരത്തിലൊരു തട്ടിപ്പ് ഇപ്പം തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ചടയമംഗലത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ആയൂര് വെച്ചാണ് ഒരു സ്ത്രീയെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. അതിന്റെ CCTV ഒക്കെ ശേഖരിച്ചുവെങ്കിലും പ്രതിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിക്ക് വേണ്ടി ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പം വീണ്ടും ഇത്തരത്തിലൊരു തട്ടിപ്പ് ഏരൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നടക്കുന്നത്. സ്കൂട്ടിയിലെത്തിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്.